എന്തെങ്കിലും കറക്റ്റ് സമയത്ത് നിർത്തണം. മറ്റത് എഴുതി കൊടുക്കണം. കഴിഞ്ഞു വന്നോട്ടെ. പയ്യെ പതുക്കെ മതി. ഭക്ഷണമായോണ്ട് കഴിഞ്ഞു വന്നോട്ടെ. പതുക്കെ മതി. തിരക്ക് കൂട്ടണ്ട. ഇല്ല, വന്നിട്ടായിക്കോട്ടെ. എന്നിട്ട് വന്നു. അവരൊന്നും വന്നോട്ടെ. ഇതിന് നിങ്ങൾ കുറച്ചുകൂടെ കസേരയും സൈഡിലേക്ക് ഇടാമെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ചോദ്യോത്തരത്തിന്. കാരണം ആളുകൾ ചോദ്യം കേൾക്കില്ല. പുറത്തേക്ക് മൈക്ക് പോയാൽ ഉത്തരം കേൾക്കും. അതുകൊണ്ട് മൈക്കിങ് ഓഫ് ചെയ്ത് ഇതിനകത്ത് മാത്രം വെക്കാം. ശരി, ഒരെണ്ണം മതി. പുറത്താകുമ്പോ ചോദ്യം കേൾക്കാതെ ഉത്തരം കേൾക്കും. അത് പിന്നൊരു വലിയ റെഡിയായി. തുടങ്ങാം. ആയിക്കോട്ടെ. ഇടയ്ക്ക് വാചകത്തിൽ പറഞ്ഞത് മനസ്സ് ഒരു ഭാവദ്രവ്യമാണ്. ഭാവദ്രവ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓബ്ജക്ട് പോലെ, മാറ്റർ പോലെ ഏതാണെന്ന് സ്പെസിഫിക്. ഭാവദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാല് പ്രകാശം ഭാവദ്രവ്യമാണ്. പ്രകാശത്തെ ഭാവദ്രവ്യം എന്ന് പറയും. പ്രകാശം മാറ്ററായി കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവയാണ് ഭാവദ്രവ്യം എന്ന് പറയുന്നത്. മനസ്സിനെ ദ്രവ്യമാണെന്ന് പറയാൻ കാരണം മനസ്സ് ഉൽപ്പന്നമാകുന്നതാണ് ആഹാരത്തിൽ നിന്ന്. ആഹാരത്തിൽ നിന്ന് ഉളവാകുന്നതും ചിന്ത മുതലായ വ്യാപാരങ്ങളിലൂടെ നിലനിൽക്കുന്നതും മനസ്സ് ഒടുവിൽ അറിവ് വരുമ്പോൾ അസ്തമിക്കുന്നതുമാണ്. അങ്ങനെ ഉണ്ടാവുക, പരിണമിക്കുക, അവസാനിക്കുക. മനസ്സ് പരിണമിക്കുന്നതാണ്. നിരന്തര പരിണാമമാണ് മനസ്സിനുള്ളത്. അങ്ങനെ ഉണ്ടാവുകയും പരിണമിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനെയാണ് ദ്രവണാത് ഇതി ദ്രവ്യ എന്നുള്ള പ്രമാണമനുസരിച്ച് ദ്രവ്യം എന്ന് പറയും. ആ ദ്രവ്യ സ്വഭാവം എല്ലാം മനസ്സിനുണ്ട്. അത് സ്ഥൂലദ്രവ്യമല്ല. അതുകൊണ്ടാണ് ഭാവദ്രവ്യം. ക്ലിയർ? മനസ്സിന്റെ ഉത്ഭവം, മനസ്സ് ആഹാരത്തിന്റെ സൂക്ഷ്മാംശത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളും വിഷയങ്ങളുമായി എന്തെല്ലാം ആഹരിക്കുന്നുവോ ആ ആഹരിക്കുന്നതിന്റെ സൂക്ഷ്മാംശം മനസ്സാണ്. അതാണ് അതിന്റെ ഉത്ഭവസ്ഥാനം. ആഹരിക്കുന്നത് ആദ്യം, അതായത് ഇതിന്റെ തലം വരുമ്പോൾ ആത്മാ മനസ് ചർച്ചയിൽ നാം കാണുന്നത് ഉണ്ടായിക്കഴിഞ്ഞതിനെയാണ്. അത് നിരന്തരമായി അത് ആഹരിച്ച് ആണ് മനസ്സ് വളരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം ഉണ്ടായ ഒരു വ്യക്തി ജനിച്ച്
അയാളുടെ വാസനകൾ അയാളുടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം ചേർന്ന് വരുന്ന ആദി രൂപത്തിൽ നിന്നല്ല നമ്മളിത് പഠിക്കുന്നത്. ആദി രൂപത്തിൽ നിന്ന് പഠിക്കാത്തിടത്തോളം കാലം ഇത് നമ്മളുടെ ലൗകിക ചക്ഷുസ് കൊണ്ട് അറിയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ബോർഡിൽ ഒരു വൃത്തം വരച്ച് കഴിഞ്ഞ് അതിൻ്റെ ആരംഭം അന്വേഷിക്കുന്നത് പോലെയാണ് നമ്മളിത് അന്വേഷിക്കുന്നത്. ബോർഡിലൊരു വൃത്തം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഏത് ബിന്ദുവും അതിൻ്റെ ആരംഭമാണ്. അതുപോലെ മനസ്സ് അതിൻ്റെ പ്രവാഹനിത്യതയിൽ ഉളവായി കഴിഞ്ഞിട്ട് മനസ്സിനെ നമ്മൾ ആരംഭത്തിൽ അന്വേഷിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആരംഭം പൊതുവിൽ പറയാവുന്നത് ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശത്തിലാണ്. ആഹാരം കുറയുമ്പോൾ തീർത്തോട്ടെ, ആഹാരം കുറയുമ്പോൾ മനസ്സ് ക്ഷീണിക്കാൻ തുടങ്ങും. ശബ്ദസ്പർശ വിഷയങ്ങളും കഴിക്കുന്ന ആഹാരവും കുറച്ച് നോക്കിയാൽ മനസ്സ് കുറയുന്നത് കാണാം. തീർച്ചയായും, സംശയമില്ല. മനസ്സ് വ്യാപകവും ശരീരം വ്യാപ്യവുമാണ്. ശരീരം സ്ഥൂലമാണ്, മനസ്സ് സൂക്ഷ്മമാണ്. ഇനി പഠിച്ച ശാസ്ത്രങ്ങളെല്ലാം വെച്ച് നോക്കുക, സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുക എന്നല്ലാതെ സ്ഥൂലത്തിൽ സൂക്ഷ്മമിരിക്കില്ല. അതുകൊണ്ട് അകവും പുറവും മനസ്സു തന്നെയാണ്. മാനസിക രോഗികൾ കഴിക്കുന്ന മരുന്നിനെ വെച്ച് എനിക്ക് ഉത്തരം പറയാൻ ഒരല്പം വിഷമമുണ്ട്. എങ്കിലും താൻ ചോദിക്കുന്നത് കൊണ്ട് പറയാം. ശാരീരിക രോഗമാണ് എന്ന മട്ടിലാണ് ശരീരത്തിലെ പല നെർവുകളെയും മറ്റുള്ളതിനെയും തളർത്തുന്നതിനാണ് മരുന്ന് കൊടുക്കുന്നത്. മരുന്ന് കൊടുക്കുന്നത് ഒരു മാനസിക രോഗിയുടെ സുഖജീവിതത്തിന് വേണ്ടിയല്ല. ഒരു മാനസിക രോഗി സമൂഹത്തിന് ഉപദ്രവകാരിയാകാതിരിക്കാനും ഒരു മാനസിക രോഗി അവൻ ജീവിക്കുന്ന വീട്ടിന് ഉപദ്രവകാരിയാകാതിരിക്കാനും അവനെ ഉൾക്കൊള്ളുവാൻ സമൂഹത്തിന് പറ്റില്ല എന്നറിഞ്ഞിട്ട് അവൻ്റെ കർമ്മപദ്ധതികളെയും ചേഷ്ടകളെയും നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് സൈക്കാട്രിക് ഡ്രഗ്സ് കൊടുക്കുന്നത്. അല്ലാതെ അവൻ്റെ രോഗം മാറാനോ അവൻ ശാന്തമായി ജീവിക്കാനോ ഒന്നും വേണ്ടിയല്ല. ലോകത്തിന്നുവരെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏതെല്ലാം മരുന്നുകൾ ഉണ്ടായിട്ടുണ്ടോ അവയൊന്നും ഒരു മാനസിക രോഗിയുടെ സുഖജീവിതത്തിന്, അവൻ്റെ സംതൃപ്തിക്ക്, അവൻ്റെ വാസനകളുടെ നിയാമകത്വവും നിയന്ത്രണവും ഏറ്റെടുക്കുന്നതിന് ഒന്നും വേണ്ടിയല്ല കൊടുക്കുന്നത്. കഴിയുന്നത്ര അവനെ ഉറക്കുകയും മയക്കി നിർത്തുകയും ബാക്കിയുള്ളവരെ, അതായത് നമ്മളെല്ലാം നോർമലാണ്, അവൻ നമ്മുടെ സമൂഹത്തിന് പറ്റിയതല്ല, അതുകൊണ്ട് ഒഴിവാക്കുന്നതിൻ്റെ വേറൊരു തന്ത്രമാണ് ഔഷധപ്രയോഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മനസ്സിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നിങ്ങളുടെ വാസനകൾ അറ്റുപോകുന്നതോടെ മനസ്സിന് ആഹാരമില്ലാതായി. അപ്പോൾ മനസ്സ് മൃതമാവും. മൃതമനസ്സുകളായി ഒട്ടേറെ യോഗികൾ ജീവിച്ചിട്ടുണ്ട്. ജ്ഞാനികൾ, യോഗികൾ ഒക്കെ. അതായത് ഒരു അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെ ഒരാള് ശരിക്കും അറിവില്ലല്ലോ, അതും ഒരു മാനസിക രോഗിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മില്യൻസ് ഓഫ് തോട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ആധുനിക ശാസ്ത്രം മാനസിക രോഗിയെ സമീപിക്കുന്നത് അയാൾ സമൂഹത്തിൽ നിന്ന് അന്യമാണ് എന്ന തലത്തിലാണ്. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, കാരണം ഏതെങ്കിലും തരത്തിലുള്ള ചേഷ്ടകൾ അന്യർ ശ്രദ്ധിക്കുകയും അവന് അതിഷ്ടപ്പെടാതെ വരികയും ആ ജീവിക്കുന്ന സമൂഹവുമായി ഇവൻ്റെ ചേഷ്ടകളെ പറഞ്ഞു ധരിപ്പിക്കുകയും അത് നമുക്കെതിരാകുമെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ സ്വയം തൻ്റെ ചേഷ്ടകളെ നിയന്ത്രിക്കാൻ ഒരുവൻ ശ്രമിക്കാൻ തുടങ്ങുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചേഷ്ടകൾ ഉണ്ടാവുകയും അതെന്നാൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഒറ്റപ്പെടും. അത് ആധ്യാത്മികതയിലായാലും
അല്പം ധ്യാനം ജപമൊക്കെ അതൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ചെന്നിട്ട് അവനങ്ങിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ കാണാം ചില ആളുകൾ വന്നു കഴിഞ്ഞ് പുറകിൽ ഇങ്ങനെ അങ്ങിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് വേറിട്ടാണ് അയാൾ ഇരിക്കുന്നത്. ആ സമൂഹവുമായി അയാൾക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാത്ത ആളുകൾ ഒരു പക്ഷേ അത് പഠിച്ചവരും അത് പഠിക്കാത്തവരും ഇത് നോക്കിക്കണ്ടിട്ട് എന്തോ പന്തികളുണ്ടല്ലേ, ചിലർ കൈകൊണ്ട് കാണിക്കും, ചിലർ വർത്തമാനം പറയും. അത് അയാൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. മനസ്സിലായില്ല? പക്ഷെ കുറേ പ്രാവശ്യമാകുമ്പോൾ അയാൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ കൂടുതൽ അഭിനയിക്കാൻ ശ്രമിക്കും. അങ്ങനെ അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളെ ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് എങ്ങനെ കൊണ്ടുപോകാമെന്ന് വീട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങും. മനസ്സിലായി? ഒരു 2 വയസ്സുള്ളൊരു കുട്ടി ഒരു കസേരയിൽ കയറി തിരിഞ്ഞിരുന്ന് ഡ്രന്ന് വെക്കുകയാണെങ്കിൽ ഹൗ സ്മാർട്ട് എന്നാണ് നമ്മൾ ചോദിക്കുക. മനസ്സിലായില്ല? അതൊരു 12 വയസ്സുകാരൻ കയറിയിരുന്നാൽ സ്വല്പം ഊക്കുവടായിട്ട് എന്ത് ചെയ്യും? നിങ്ങളിലൊരു മുതിർന്ന ഒരാൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ കയറിയ കസേരയിലേക്ക് തിരിഞ്ഞിരുന്ന് എന്ന് വെക്കുകയാണെങ്കിൽ നിശ്ചയമായി ഊളം പറയുള്ളൂ. ക്ലിയർ? ഇങ്ങനെയായി ഇത് ആര് ചെയ്താലും പണിയൊന്നു തന്നെയാണ്. ഒക്കെ പറയും. അല്ലാതെ അവരുടെ ആ വാസന പൂർവ്വവാസനകൾ കിടക്കുന്നിടത്തുനിന്നാണ് അവർ പറയുന്നത്. അത് പോകുന്നിടം വരെ കേൾക്കാനൊരു ശ്രോതാവ് ഉണ്ടായാൽ തന്നെത്താൻ അത് പോകും. അപ്പം നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറും. അതിപ്പോ സന്യാസിമാര് ഗൃഹസ്ഥന്മാര് ഒക്കെ തമ്മിൽ ഇടപെടുമ്പോൾ നിങ്ങൾ സ്വാമിമാരെയൊക്കെ ഇഷ്ടപ്പെടുകയും അവരുടെ കൂടെ നടക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഒരല്പം സമൂഹത്തിന് ചേരാത്ത ഒക്കെ ഇവിടെ ജീവിത രീതി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ മനസ്സിൽ ബഹുമാനത്തോടൊപ്പം സംതിങ് റോങ്. ഇത് കിറുക്കാണ്. ഞാനായിട്ട് പിന്നെ ഒന്നും ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. എനിക്ക് തോന്നിയതാണ് എന്ന് നിങ്ങൾ പലരെ പറ്റിയും പറയും. സ്വാമിമാരെ കുറിച്ചായാൽ പോലും പറയും. Am I right? അതിങ്ങനെ ഉണ്ടാകുന്നതാണ്. സ്വയമായി സംസാരിക്കുന്നത് എല്ലാം ഭ്രാന്തൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ചില ദേവതാ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചിട്ടുള്ളവർ സ്വയം സംസാരിക്കും. അത് ഭ്രാന്തല്ല. അവര് ചില ദേവതകളുടെ ഉപാസന നിമിത്തം അവർക്ക് ആ ദേവതയോട് സംസാരിക്കാൻ കഴിയും. അങ്ങനെ സംസാരിക്കുന്ന ആരെയെങ്കിലും കണ്ട് ഭ്രാന്തനാണെന്ന് തീരുമാനിക്കരുത്. അതങ്ങനെയുള്ള ആളുകളുണ്ട്. അവര് പല കാര്യങ്ങളും ആ ദേവതയോട് ചോദിച്ചിട്ടാണ് ചെയ്യുക. അത് ഉപാസനാ മാർഗങ്ങളാണ്. അങ്ങനെയുള്ളതെല്ലാം ഭ്രാന്താണ്, അതാണ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും പെട്ടെന്ന്, പ്രിയേ പിശാചിനി, എന്താണ് നിന്റെ പദ്ധതി? നമ്മളിങ്ങനെ വിഷമിക്കുന്ന കണ്ടില്ലേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളൊരു പറക്കം പറന്ന് സാധനം കൊണ്ടുവന്ന് കൈ കൊടുക്കും. അതൊക്കെ ദേവത ഉപാസനയാണ്. അതൊക്കെ പറഞ്ഞു കേട്ട ഭ്രാന്താണ്. അത് ചിലർക്ക് അകലിരിക്കുന്ന കാര്യങ്ങൾ അടുത്തറിയുന്നതിന്, ചില വിഷയങ്ങൾ അറിയാത്തത് പെട്ടെന്ന് തോന്നുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള ചില ദേവതാ ഉപാസനാ രീതികളുണ്ട്. അതൊന്നും ഇനി തുടങ്ങണ്ട. ഇതൊക്കെ അതിൻ്റെ പാരമ്പര്യ സംവിത്തുകളായിരിക്കുന്ന ആചാര്യന്മാരുടെ കുലങ്ങളിൽ എപ്പോഴെങ്കിലും ജനിച്ച് അവിടെ നിന്ന് അത് പഠിച്ചു വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതുമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ദേവതയെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ വേണം പോകാൻ, അല്ലെങ്കിൽ ശരീരമൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാവും, വല്ലാത്ത ക്ലേശമൊക്കെ ആവും. അതുകൊണ്ട് അതിനൊന്നും ഇപ്പം ശ്രമിക്കണ്ട. അതുകൊണ്ട് അവരെല്ലാം ഭ്രാന്തന്മാരല്ല. പിന്നെ ചിലർക്ക് സംസാരിക്കാൻ വീട്ടുകാർ താൻ സംസാരിച്ചാൽ മനസ്സിലാക്കൂല, നാട്ടുകാർ താൻ സംസാരിച്ചാൽ മനസ്സിലാക്കൂല,
എന്നാൽ പിന്നെ ഞാൻ എന്നോട് മാത്രം സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ച് ബോധപൂർവം സംസാരിക്കുന്നതാണെങ്കിൽ അതും ഭ്രാന്തല്ല. ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകണ്ടേ? അതെൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല, അച്ഛന് മനസ്സിലാവില്ല, സഹോദരിക്ക് മനസ്സിലാവില്ല, സഹോദരന് മനസ്സിലാവില്ല, നാട്ടുകാർക്ക് മനസ്സിലാവില്ല. എന്നാൽ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ എങ്ങനെ ഇരിക്കുന്നു? അവിടെ ഞാൻ എന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഉടനെ ഭ്രാന്താണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. സുപ്രജ ഉണ്ടാകുന്നതിന് എന്തെല്ലാം പൂർവകർമ്മ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രായശ്ചിത്തം കൊണ്ട് മാറും, വിധിയമണ്ണം. ആവില്ല, ഒട്ടും കയറി വരില്ല, 1% പോലും കയറി വരില്ല. ഞാൻ ഹിറ്റ്ലറെ അനുകൂലിച്ച് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങളുടെ ഒരു ധാരണ. പ്രതികൂലിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. പ്രതികൂലിക്കാത്തതിന് കാരണം എൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം എൻ്റെ അറിവും പരിചയവും വെച്ച് ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂര രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ലോകത്തെ ഏറ്റവും അധികം ആയുധം വിൽക്കുന്ന രാജ്യം, 2 ക്യാപിറ്റലിസ്റ്റ് രാജ്യം, 3 മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വത്വം അംഗീകരിക്കാത്ത രാജ്യം, 4 ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറിയ കുടിയേറ്റക്കാരുടെ രാജ്യം. കുടിയേറ്റക്കാരൻ്റെ മനസ്സ് മണ്ണിനോടും പെണ്ണിനോടും മര്യാദാമസൃണമല്ല. കുടിയേറ്റക്കാരൻ്റെ മനസ്സ് സദാ സംഘർഷപൂരിതമാണ്. ഇങ്ങനെയുള്ള കുടിയേറ്റ പിതാക്കന്മാരുടെ ഒരു രാജ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക. അവരാദ്യമായി ചെയ്തത് തന്നെ അവിടുത്തെ ആദിമ നിവാസികളോട്, സംസ്കൃതചിത്തരായ ആദിമ നിവാസികളോട് മര്യാദകേടിൻ്റെ ഭാഷയിൽ തുടങ്ങുകയാണ് ചെയ്തത്. അതിന് ഏറ്റവും പ്രസിദ്ധനായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ അവിടുത്തെ ഒരു ആദിവാസിക്ക് കൊടുത്ത കത്തുണ്ട്. അതിന് ആദിവാസി തിരിച്ചു കൊടുത്തൊരു മറുപടിയുണ്ട്. മണ്ണ് ആരുടെയാണ്? ആർക്കാണ് മണ്ണിൻ്റെ അവകാശം? അമ്മയെ ആർക്കാണ് വിൽക്കാൻ പറ്റുക? വൈദിക സൂക്തങ്ങളോളം പാരമ്പര്യമുള്ള ഒരു കത്താണ് അയാൾ എഴുതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ലിങ്കൺ തൃപ്തനായി ഭൂമി പിടിച്ചെടുക്കാതിരിക്കേണ്ടതാണ്. അതായില്ല. നമ്പർ 1. നമ്പർ 2, ആദിവാസികൾക്ക് അവരുടെ ഒരു സംസ്കൃതിയുണ്ട്. അവിടുത്തെ കുട്ടികളെ അമേരിക്ക യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി ആധുനിക വിദ്യകൾ. അമേരിക്കയുടെ ദുർലക്ഷണങ്ങളെല്ലാം പഠിപ്പിച്ചപ്പോൾ അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം കൂടി. അവരുടെ സംസ്കൃതിയെ മാറ്റിമറിച്ചു. ഇതൊക്കെ അമേരിക്ക മനഃപൂർവ്വം ചെയ്തതാണ്. അവരെ കൊണ്ടുപോയ താവളങ്ങളൊക്കെ വികലങ്ങളായിരുന്നു. ലോകത്തിലെ നല്ല സംസ്കൃതികൾക്ക് മേൽ അമേരിക്ക നടത്തിയിട്ടുള്ള മാനസികമായ ഹിംസയും വാചികമായ ഹിംസയും ശാരീരികമായ ഹിംസയും ആയുധക്കടത്തും വെച്ച് അമേരിക്കയെ ഒരു ഉത്തമ രാജ്യമെന്ന് എണ്ണാൻ പറ്റില്ല. നമ്പർ 1. അമേരിക്കയോടൊപ്പം 2ാം ലോക മഹായുദ്ധകാലത്ത് വളരെ ശക്തമായുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ഒട്ടേറെ കോളണികളോടുകൂടിയ രാജ്യമായിരുന്നു. ഇന്ന് നിങ്ങൾ കോമൺവെൽത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം ബ്രിട്ടൻ്റെ കോളണികളാണ്. ബ്രിട്ടൻ്റെ കോളണികളിൽ ഏറ്റവും അധികം ബ്രിട്ടൻ സംഹാരതാണ്ഡവം ആടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ചും 1887 ഫാമിൻ, ബംഗാൾ ഫാമിൻ, അതുപോലെ മദ്രാസ് ഫാമിൻ, ഇതൊക്കെ അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ ഭരിക്കാൻ വന്ന, പ്രത്യേകിച്ച് അന്നത്തെ ഗവർണർ ടംബിൾ, അയാളൊക്കെ ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയും കൃത്രിമമായി ദാരിദ്ര്യമുണ്ടാക്കുകയും ആ ഫാമിൻ്റെ പേരിൽ ഒരുപാട് മരണങ്ങൾക്ക് കാരണം ഉണ്ടാക്കുകയും ചെയ്തതാണ്.
ജനറൽ ഡയറിൻ്റെയും മറ്റുള്ളവരുടെയും പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു രാജ്യം കലാപകാരികളല്ല, ഉത്തമന്മാരാണ്, നല്ലവരാണ്, സംസ്കാരമുള്ളവരാണ്, സംസ്കൃത ചിത്തന്മാരാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസം. രണ്ടാം ലോക മഹായുദ്ധത്തിലെ രണ്ട് ശക്തികളാണ് സഖ്യകക്ഷികളും മറ്റത് അങ്ങനെ രണ്ട് ശക്തികൾ തമ്മിലാണ് യുദ്ധം നടന്നത്. അതിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയും റഷ്യ കുറച്ചു കാലത്തേക്കും ഒരു പക്ഷത്തും, റോം, ബെർലിൻ, ടോക്കിയോ മറ്റൊരു പക്ഷത്തും അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. കൂട്ടത്തിൽ ഇറ്റലിയുടെ അല്പം സഹായവും അങ്ങനെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ളൊരു യുദ്ധക്കളത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കയ്യിലായിരുന്നു ബോംബുണ്ടായിരുന്നത്. ജപ്പാന്റെ തലയ്ക്കുമേൽ, ഹിറ്റ്ലർക്കുമേലല്ല, ജപ്പാന്റെ തലയ്ക്കുമേൽ ബോംബ് വർഷിച്ചതും അമേരിക്കയാണ്. ആ അമേരിക്ക ഉത്തമന്മാരാണ്. ഇന്നും അതിൻ്റെ തീരാദുഃഖങ്ങളിലൂടെ ജപ്പാൻ കടന്നു പോകുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ അമേരിക്ക വളരെ ഉത്തമ രാജ്യമാണ്. ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ജപ്പാൻ അന്നോ ഇന്നോ ആയുധ സമാഹരണം നടത്തിയിട്ടില്ല. ജർമ്മനി, ലോകത്തുള്ള എല്ലാ അറിവിനെയും സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്ന ജർമ്മനി ഇന്നും ആറ്റം ബോംബുണ്ടാക്കിയല്ല കളിക്കുന്നത്. ഇന്ത്യ വരെ അണുശക്തിയായി വികസിച്ചിരിക്കുന്ന ഒരു തലത്തിൽ ജപ്പാനോ ജർമ്മനിയോ ഇറ്റലിയോ ആയുധസർജനത്തിലോ ബോംബ് നിർമ്മാണത്തിലോ ലോകമഹാശക്തികളോടൊപ്പമില്ല. പണം കുറവായതുകൊണ്ടല്ല, സർഗശേഷി കുറവായതുകൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യം എന്ന നിലയിൽ അതിലെ ഒരു പൗരൻ ഇങ്ങനെ ചെയ്യാൻ വഴിയില്ല. ഇവരുമായി ഏറ്റുമുട്ടുന്നതിന് വേണ്ടി എഴുതിയുണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരിക്കും അതെന്ന് എൻ്റെ അന്തരംഗം പറയുന്നത് കൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങളത് എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനതിൻ്റെ ഒരു തമാശയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏതായാലും പത്രങ്ങളിൽ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഞാൻ കാര്യങ്ങളെ വിശ്വസിക്കില്ല. ഒരു ഭാഗത്തും നിങ്ങൾ വിശ്വസിക്കും. പ്രിന്റഡ് മാറ്റർ കണ്ടതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. ഇതുകൊണ്ട് നിങ്ങൾ നെറ്റിൽ കയറിയോ മറ്റൊരിടത്തുനിന്നോ പ്രിന്റഡ് മാറ്റർ കൊണ്ടെന്ന് സ്വാമിജി ഇത് തെളിവെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്കെൻ്റെ അന്തരംഗത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം സാഹചര്യങ്ങളുടെയും ചുറ്റുപാടുകളുടെയും തെളിവനുസരിച്ച് ഒരു പാരമ്പര്യത്തിൻ്റെ കള്ളമുള്ളിടത്തു നിന്ന് മാത്രമേ പാരമ്പര്യം വികലമായി വരുള്ളൂ, അല്ലാത്തിടത്തുനിന്ന് വരില്ല. ഹിറ്റ്ലർ ഒരിക്കലും ഒരു നരഹത്യയ്ക്ക് ഒരു ജാതിയോ മതമോ നോക്കി ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ അന്തരംഗം പറയുന്നത്. നിങ്ങളേതായാലും കാത്തിരിക്കുക. കാലം ഏതായാലും ഹിറ്റ്ലറുടെ പുതിയ ചരിത്രങ്ങൾ കൊണ്ടുവരാതിരിക്കില്ല. ഞാൻ ഇന്ന് തമാശയായി പറയുന്നു എന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇന്നത് കാര്യമായി എടുക്കണ്ട. ഒരു 10-20 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ചരിത്രമൊക്കെ മാറിമറിഞ്ഞു വരുമ്പോൾ ബ്രിട്ടനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഹിറ്റ്ലറുടെ മോശമായ ചരിത്രം എഴുതിയവൻ്റെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഉത്തമ ചരിത്രം നാളെ ഉണ്ടായി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എനിക്കറിയില്ല, ഞാൻ വായിച്ചു. അതിലും ഹിറ്റ്ലർ അദ്ദേഹം പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ജർമ്മനിയെ ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനിയെ അമേരിക്കയും മറ്റും ഒന്നുമില്ലാതെ സെക്കൻഡ് വേൾഡ് വാറിന്റെ കാരണം തന്നെ ഫസ്റ്റ് വേൾഡ് വാറാണ്. അങ്ങനെ ഒരു സപ്രസ്ഡായ ജനതയ്ക്ക് വേണ്ടിയാണ് ഹിറ്റ്ലർ ആദ്യം സംസാരിച്ചത്. ഹിറ്റ്ലർ വരുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ കാരണം ചില ആ ചുറ്റുപാടുകളിൽ നിന്ന് എടുത്ത ആ കഥ വെച്ചത് സ്വാമിജി പറഞ്ഞതുപോലെയാണ് ഹിറ്റ്ലറുടെ ബഹുമാനം തോന്നുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം അതിൻ്റെ ലിംഗങ്ങൾ വെച്ച് പറഞ്ഞ ലോജിക്കാണ്. ശരിയാവണമെന്നില്ല. ശരിക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടലിൽ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചൊരു ലിംഗ്വിസ്റ്റിക് ആയിട്ടൊന്ന് എൻ്റെ തലയിൽ കയറിയാൽ പിന്നെ അതല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒന്നും ഞാൻ വിശ്വസിക്കില്ല.
നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒന്നിന്റെ റിപ്പോർട്ട് ഈ പശ്ചിമഘട്ടം ഈ 6 സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കിയത്. അപ്പൊ നടപ്പിലാക്കുന്ന പറയുമ്പോൾ കേരളത്തിലത്തെ ഒരു മനുഷ്യ മനസ്സ് എല്ലാവരുടെ പ്രവചിക്കും. അപ്പൊ അതിനെക്കുറിച്ചിട്ട് താങ്കളുടെ വ്യക്തമായിട്ട് അഭിപ്രായം. കൊള്ളഞ്ഞ ചോദ്യമാണ്. എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പശ്ചിമഘട്ടമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം മുതൽ അങ്ങ് താപ്തി നദി വരെ നീണ്ടു കിടക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ പശ്ചിമഘട്ടത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് വേദാരണ്യം ഉൾപ്പെടെയുള്ള താപ്തീശ്വർ, ബേട്ടൂൾ കഴിഞ്ഞാണ് മഹാരാഷ്ട്രയിൽ, താപ്തി വരെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കായതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല. എങ്കിൽ പോലും എൻ്റെ സഞ്ചാരവും കാര്യങ്ങളുമൊക്കെ വെച്ച് ഞാൻ ഓർക്കുമ്പോൾ താപ്തിയിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട്, താപ്തീശ്വറിൽ ഒക്കെ ചെന്നിട്ടുള്ളത് കൊണ്ട് അവിടം വരെ നീണ്ടു കിടക്കുന്ന, അതിൽ വേദാരണ്യമാണ് അതിലെ ഏറ്റവും പവിത്രമായ ആരണ്യമെന്നുണ്ട് കിടക്കുന്ന ഒരു ഏരിയ. അതിൽ കേരളം സ്വാതന്ത്ര്യപ്പിറവിയുടെ കാലത്ത് 35% വനമായിരുന്നു. വനത്തിലേക്ക് ജനങ്ങൾ കയറി വനം കൈയടക്കി ആഹാരത്തിനുണ്ടാക്കേണ്ട വിധത്തിലുള്ളൊരു ദാരിദ്ര്യം കേരളത്തിലുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ. ആദ്യകാലത്ത് തെക്കൻ ജില്ലകളിൽ നിന്ന് പലവിധ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആളുകൾ കുടിയേറ്റക്കാരായും കയ്യേറ്റക്കാരായും വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ പല സിനിമകളിലും അത് കഥയായി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരളവ് വരെ അങ്ങനെ കുടിയേറുകയും പിന്നീട് ആ കുടിയേറ്റത്തിൽ പല ചെറുപ്പക്കാരെയും പണിക്ക് ഉപയോഗിക്കുകയും, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, അവരെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് തോന്നിപ്പിക്കുക, ഈ സ്ഥലം മുഴുവൻ നിന്റെയാണ്, ഇതെല്ലാം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാവിലെ അവിടുത്തെ കാരണവർ സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവുക, അമ്മയും മകളും ഒക്കെ മാത്രമാവുക, രാത്രിയിൽ എല്ലാം വലിച്ചു കയറി നിലവിളിക്കുക, നാട്ടുകാർ കൂടി പണിയെടുത്തവനെ തല്ലുക. അതിൽ നിന്നാണ് കുടിയേറ്റ മേഖലകളിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായതെന്ന് വരെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മര്യാദകേടാണെന്ന് എനിക്കറിയാം അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ ആർജവത്തെ ചോദ്യം ചെയ്യാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാൻ അറിയുന്നിടത്തോളം അങ്ങനെയാണെന്നാണ് എൻ്റെ ധാരണ. അത് നിങ്ങളിനി അന്വേഷിച്ച് പഠിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാണ് കുടിയേറ്റ മേഖലകളിലേക്ക് മതങ്ങളും ജാതികളും വരുന്നത്. മതങ്ങളും ജാതികളും വരുമ്പോൾ ആളുകൾ യോജിച്ച് താമസിക്കാൻ തുടങ്ങും മതപരമായി. ആ ഒരു കുടിയേറ്റ മേഖലയിൽ നിന്ന് അവരെ ഇറക്കിവിട്ടാൽ അവർ ഛിന്ന ഭിന്നമാകും എന്ന് മതത്തിനറിയാം. മതം ഇന്ന് ഒരുമിച്ച് നിർത്തുന്നു. മതം ഇന്ന് അവിടെ അനേക വിധത്തിലുള്ള വ്യവസായങ്ങൾ നടത്തുന്നു. സ്കൂളുകൾ, കോളേജുകൾ, തന്നെ വലിയ വനവിഭവങ്ങളുടെ സംസ്കരണവും കടത്തിക്കൊണ്ടുപോകലും, പിന്നെ അല്പം നായാട്ട് മുതലായ കാര്യങ്ങൾ, അതിൽ നിന്ന് കിട്ടാവുന്ന വിഭവങ്ങൾ, അതിലുപരി കഞ്ചാവ് തുടങ്ങിയവയുടെ കൃഷി വ്യാപകമായ തോതിൽ, അതുപോലെ തന്നെ ആയുധശേഖരണം, ആരാധനാലയങ്ങളെ കേന്ദ്രമാക്കിയുള്ള ആയുധശേഖരണം, ഇങ്ങനെയുള്ളവയൊക്കെ രൂപാന്തരപ്പെട്ടു വരാൻ ഇടയായിട്ടുണ്ട് കഴിഞ്ഞ 15-20 കൊല്ലം കൊണ്ട്. കുടിയേറ്റത്തിൻ്റെ ആദ്യത്തെ രൂപം പട്ടംതാണു പിള്ളയുടെ കാലത്താണ്. അത് കേരളം മാത്രമല്ല, കേരളത്തിലെ ഇടുക്കി, വയനാട് മുതലായ ജില്ലകളും, അതുകൂടാതെ കേരളത്തിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഝാൻസിയിൽ വരെ, ഝാൻസിയിലും ഒരു പട്ടം കോളനിയുണ്ട്. കുടിയേറ്റത്തെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാൾ പട്ടംതാണു പിള്ളയാണ്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കുടിയേറ്റം.
ആ കുടിയേറ്റത്തിൽ പോയി സമ്പാദിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കായിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതിനിടയിലാണ് ഒരു 1980-കൾക്കടുത്താണെന്ന് തോന്നുന്നു കാഞ്ഞിരപ്പള്ളിയിൽ ഫാദർ ജോസഫ് പൗവത്തിൽ, am I right സാബു, ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്, am I right? അദ്ദേഹമാണ് പശ്ചിമഘട്ടത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ട്. അദ്ദേഹം മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത് അനേക പ്രോഗ്രാമുകളോട് കൂടിയതാണ്. അല്ല, പാല് മാത്രമല്ല, തേനീച്ച വളർത്തൽ, അതാ ഞാൻ പറഞ്ഞത്, തേനീച്ച വളർത്തൽ തുടങ്ങി വനവിഭവങ്ങൾ ഉൾപ്പെടെ വരുന്ന വളരെ വാസ്റ്റായിട്ടുള്ളൊരു സങ്കല്പത്തിന്റെ കോലാഹലമേട്, വാഗമൺ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട, then വയനാട്, ഇതെല്ലാം ഏതാണ്ട് ആ ബെൽറ്റിൽ 2 സ്ഥാപനങ്ങളായി വരും. ഒന്ന് പശ്ചിമഘട്ടവും ഒന്ന് മലനാടും എന്ന് പറഞ്ഞോ മറ്റുമാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. വളരെ വിപുലമായ ചിന്തകളോടുകൂടിയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എപ്പിസ് മെല്ലിഫെറിയ, ആസ്ട്രേലിയൻ ബീസ്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് അവയുടെ വൻതോതിലുള്ള വളർത്തലും അങ്ങനെ ഒരുപാട് അതിൻ്റെ ട്രെയിനിങ്ങുകളും ഒട്ടേറെ കാര്യങ്ങളുമൊക്കെയായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നതുമല്ല. ഇത്രയേറെ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. റിട്ടയേർഡ് ആർഡിഒമാർ, റിട്ടയേർഡ് കളക്ടർമാർ മുതലായവർക്കൊക്കെ വലിയ വലിയ സ്ഥാനം കൊടുത്ത് ഓഫീസുകളുമായി നിരന്തരം ബന്ധപ്പെട്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇട്ടെറിഞ്ഞിട്ട് പോണം എന്ന് പറഞ്ഞതുപോലെയാണ് അവരിതിനെ എടുക്കുന്നത്. 20,000 സ്ക്വയർ ഫുട്ട് വരെ വീട് അതിനകത്ത് പണിയാം. റെഡ് അലർട്ടില്ലാത്ത വ്യവസായങ്ങളൊക്കെ ആവാം, കോറികൾ പറ്റില്ല. ഇങ്ങനെയൊക്കെ മാത്രമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിലുള്ളത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു സ്ഥലത്ത് ചെന്ന് വിവരം ശേഖരിച്ച് പഠിച്ച റിപ്പോർട്ടല്ല, ഉപഗ്രഹ നിരീക്ഷണത്തെ ആസ്പദമാക്കിയുള്ള അറിവിൽ നിന്ന് രൂപാന്തരപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് അതല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട് മൗലികമായ റിപ്പോർട്ടാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ട റിപ്പോർട്ട്. പക്ഷെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കുവാനും കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവരുവാനും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായി ശബ്ദമുണ്ടാകുവാനും കസ്തൂരിരംഗൻ റിപ്പോർട്ട് തദ്വാര പിൻവലിക്കുവാനും ഇടയായാൽ ഇന്ത്യൻ പാരിസ്ഥിതിക പഠനരംഗം ശൂന്യമാക്കാൻ കഴിയുമെന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നടപ്പാക്കാതിരിക്കുന്നതാണ് നന്ന്. കാരണം നടപ്പാക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ ദുരന്തം നേരിട്ട് അനുഭവിക്കാനിടയാവും. അറിയാത്ത പുള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയാമെന്നൊരു ചൊല്ലുണ്ട്. 2, ഒറ്റപ്പെട്ട ഒരു മലനിരയായി പശ്ചിമഘട്ടത്തെ കാണാനാവില്ല. ഇന്ത്യൻ മലനിരകളെ നിങ്ങൾ കാണുമ്പോൾ ചുരങ്ങൾ ഉണ്ടാവുക, നീണ്ട പാതയിൽ മലയില്ലാതിരിക്കുക. അത് ജോഗ്രഫിക്കലായി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് മതങ്ങൾക്ക് മനസ്സിലാവില്ല, രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവില്ല, സന്യാസിമാർക്ക് മനസ്സിലാവില്ല, കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ ജോഗ്രഫിയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വേണം. ഒന്ന്, ഇന്ത്യൻ പർവ്വതനിരകൾക്ക് ഈ പശ്ചിമഘട്ടത്തിന് ഹിമാലയം പോലുള്ളതായ വടക്കുള്ള പർവ്വതനിരകളോട് എങ്ങനെയാണ് ബന്ധം? നാച്ചുറലായി ഈ മലനിര പാലക്കാട് മുറിയുന്നുണ്ട്, മനസ്സിലായില്ല? പശ്ചിമഘട്ടം പാലക്കാട് എത്തുമ്പോൾ മുറിയുന്നുണ്ട്, മലയേ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. എന്നിട്ടും ഇതിനെ പശ്ചിമഘട്ടം എന്നൊന്നിച്ച് അന്നു മുതൽ ഇന്നു വരെ പറയുമ്പോൾ
ഈ മലയ്ക്കൊരു തുടർച്ചയുണ്ട്. ഇതുപോലൊരു ചുരം മാത്രമാണോ പശ്ചിമഘട്ടം താപ്തീശ്വറിലെത്തുമ്പോൾ നിന്നിട്ട് പിന്നെ ഹിമാലയം തുടങ്ങുന്നത്? ഹിമാലയത്തിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും തുടർച്ച ആൽപ്സ് പർവ്വത നിരകളോളം വരെ നീണ്ടുപോകുന്നതാണോ ഭൂമണ്ഡലത്തിൽ? ആണെങ്കിൽ നിങ്ങളൊരു വെച്ചമുക്ക് വെച്ച് കെട്ടിടം പൊക്കാനൊരുങ്ങുമ്പോൾ ആ ഉത്തോലകത്തിൻ്റെ മറ്റേയറ്റത്ത് ചെറിയൊരു ബലം പ്രയോഗിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ വലിയൊരു ബലം പ്രയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ കോറികൾ പ്രവർത്തിക്കുമ്പോൾ ഇറ്റലിയിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയോ നാളെ അതിനപ്പുറത്തുള്ള മറ്റൊന്നോ തകർന്നു പോയാൽ അതിൻ്റെ ഉത്തരവാദികൾ അതേ തലത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും, ബിഷപ്പന്മാർ തന്നെയായിരിക്കും. ഒരുപക്ഷെ അത് അറിഞ്ഞായിരിക്കാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൗരോഹിത്യത്തിന്റെ വിനാശത്തിനു വേണ്ടി ഇവരോടൊപ്പം കൂട്ടുകൂടിയിട്ടുള്ളത്. ഏതായാലും എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ഒക്കെ കാലം മുതൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനം പാരിസ്ഥിതികങ്ങളായ ഇത്രയധികം പഠനങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഇതിനെ സഹായിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് വെറും വോട്ട് ബാങ്കിന് വേണ്ടിയാവുമെന്ന് ഏതായാലും നമുക്ക് വിശ്വസിക്കാനാവില്ല. ഞാൻ അതുകൊണ്ടാണോ ഈ ചോദ്യം എന്നോട് ചോദിച്ചതെന്നൊരു ശങ്കയും എനിക്കില്ലതില്ല. ഏത് എനിക്കോ? എനിക്ക് തോന്നുന്നത് പാരിസ്ഥിതികമായി വളരെയധികം പഠിച്ചവർ ആ പ്രസ്ഥാനത്തിനകത്തുണ്ട്. അവരെ നമ്മൾ കുറച്ച് കാണുന്നത് അത്ര ഉചിതമല്ല. പാരിസ്ഥിതിക സംരംഭങ്ങളെക്കുറിച്ച് പഠിച്ചവർ പള്ളിക്കുള്ളിലുമുണ്ട്. കാരണം ഏതൊരു പഠനവും രംഗത്ത് വരുന്നതിന് മുമ്പ്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒറീസയിൽ ഒരു പ്രസിദ്ധമായ ടെമ്പിളുണ്ട്, കൊണാർക്കല്ല, പുരി ക്ഷേത്രത്തിൻ്റെ 10,000 ഏക്കർ സ്ഥലം രവീന്ദ്രനാഥൻ നായരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ബോർഡ് പരിശോധിക്കുവാൻ പോകുമ്പോൾ, മണ്ണ് പരിശോധനയ്ക്കായി പോകുമ്പോൾ ആ വാർത്ത പുരി ടെമ്പിളാണ് എന്നിട്ടും പുരിയിലെ കച്ചവടക്കാരോ അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഹിന്ദു ജനങ്ങളോ ഹിന്ദുവായി അന്വേഷിക്കാൻ പോയ സയന്റിസ്റ്റിൽ നിന്ന് ഹിന്ദു ക്ഷേത്രങ്ങളോ സന്യാസിമാരോ അല്ല ആദ്യം അറിഞ്ഞത്. ആദ്യം ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള സ്ഥലങ്ങൾ റബ്ബർ കൃഷിക്ക് ഉത്തമമാണെന്നറിഞ്ഞ് ഏറ്റുമാനൂർ കോട്ടയം പ്രദേശങ്ങളിലെ കോട്ടയം രൂപതയുടെ കീഴിൽ വരുന്ന നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളാണ് അവിടെ ചെന്ന് സ്ഥലം വാങ്ങിച്ചതും 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഏക്കർ കണക്കിന് സ്ഥലം ലീസായി വാങ്ങിച്ചതും റബ്ബർ വെച്ചതും. ഇത്രയും ഭംഗിയായി ഓൾ ഇന്ത്യ ബേസിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്തായാലും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാതിരിക്കില്ല എന്ന് തീർച്ചയാണ്. അതിനേക്കാളൊക്കെ ലോകം ഒന്നാണെന്ന് വിശ്വസിക്കുകയും സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് പറയുകയും ഒരു നല്ലിളവ് വരെ ഭൗതികവാദത്തിൻ്റെ അങ്ങേത്തലയിൽ ഓരോ പ്രശ്നങ്ങളെയും അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തീരെ പഠിക്കാതെ ഇതിലൊക്കെ എടുത്തു ചാടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ അത്തരമൊരവസ്ഥയിൽ ഞാൻ പറയുകയാണ്. കാരണം ഇതൊരു സർവനാശത്തിൻ്റെ ബോധം തലയിൽ കടന്നുകൂടിയത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വാമി ഇപ്പോ ആ പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആ വിങ്ങുകളുണ്ടല്ലോ, അത് ഇല്ലേ, എനിക്ക് വിങ്ങുകളെ കുറിച്ചോ അതിൻ്റെ ഗ്രൂപ്പുകളെ കുറിച്ചോ വിങ്ങുകളെ കുറിച്ചോ ഒക്കെ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ എൻ്റെ കാഴ്ചപ്പാട്. ലോകത്തിലെ ഏതൊരു പ്രസ്ഥാനവും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് അറിവുള്ളവർ അതിനെ നിയന്ത്രിക്കുകയും അതിനുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടാവണം. അതില്ലാതെ ഒരു പ്രസ്ഥാനവും വെറും കോപ്പിരാട്ടി കൊണ്ട് നിലനിൽക്കില്ല. am I right? ഒരു കുടുംബമായാൽ പോലും. അതുകൊണ്ട് മാധ്യമങ്ങൾ എഴുതുന്നതും നിങ്ങൾ കേട്ടറിയുന്നതും നിങ്ങളുടെ ചുറ്റും കാണുന്ന കുറേ ലോക്കൽ കമ്മിറ്റി ആളുകളെ കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതും ഒന്നുമല്ല ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുമുള്ള എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്. തീർച്ചയായും പണ്ഡിതന്മാരും
പ്രകൃതിയെക്കുറിച്ചും മറ്റുള്ളവയെക്കുറിച്ചും ശക്തമായി അറിയുന്നവരും ഒക്കെ ഈ പ്രസ്ഥാനങ്ങളിലുണ്ട്. പക്ഷെ മറ്റെന്തോ കാരണം കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞൊരു സർവനാശത്തിൻ്റെ വാതാവരണം കൊണ്ട് കളങ്കിതമാണ് ഈ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ കാലമായി കേരളം ഒരു നാശത്തിന് വേണ്ടി കാതോർക്കുകയാണ്, മാധ്യമങ്ങൾ വഴി, പണ്ഡിതന്മാർ വഴി ഒക്കെ. പിന്നെ ക്ഷുദ്ര താല്പര്യങ്ങളും ഇതിൽ കുറച്ചു പേർക്കുണ്ടാവും. അതിലൊന്നാണ് ശബരിമല സീസൺ ഉണ്ടാകുമ്പോഴെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ പൊന്തി വരുന്നത്. കേരളത്തിലേക്ക് ഏറ്റവും വലിയ വരുമാനമുള്ള ഒന്ന് അതൊരു ക്ഷേത്രത്തെ ആസ്പദമാക്കിയാണ്. അതുകൊണ്ടാണ് രാവിലെ ഞാൻ വേറൊരു കാര്യവും പറഞ്ഞത്, കേരളത്തിൽ കാണുന്ന എല്ലാ ഗവൺമെൻറ് സ്കൂളുകളുടെയും ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. അവയൊക്കെ ഗവൺമെൻറ് കാശ് മുടക്കി ഉണ്ടാക്കിയതാണോ, ആരെങ്കിലും ദാനം ചെയ്തതാണോ? ആ ദാനം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ സമറ്റിക് സങ്കല്പങ്ങളുള്ള മതങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടോ? ഇതെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ അതേ സ്കൂളിൽ ഒരു MLA-യുടെ ഫണ്ടോ MP-യുടെ ഫണ്ടോ കൊടുത്ത് ഗവൺമെൻറ് സ്കൂളിൽ ഒരു ചെറിയ ബെഞ്ചോ ഡെസ്കോ മേടിച്ചിടുമ്പോൾ, മീറ്റിംഗ് കൂടുമ്പോൾ അത് ദാനം ചെയ്തവനെയും അവൻ്റെ കുടുംബത്തെയും തെറി വിളിക്കുന്ന ഏർപ്പാടാണോ, അല്ല വിളിച്ച് ആദരിച്ചൊരു മാലയിടുന്ന ഏർപ്പാടാണോ? ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പോക്കിൻ്റെ എല്ലാം ചില ഉള്ളറകൾ ബോധ്യമാകുന്നത്. ഏതായാലും ഇത് അറിയാതെയാണെന്ന് ഏതായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ വഴിയായതുകൊണ്ട് പരിഷത്തുമൊക്കെ പരിസ്ഥിതിവാദവുമായി തന്നെയാണ് നിൽക്കുന്നത്. Am I right? ഗാഡ്ഗില്ല് നടപ്പാക്കണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗാഡ്ഗില്ലാണ് നടപ്പാക്കേണ്ടത്, തർക്കമില്ല. ഇതിനകത്ത് അപകടകരമായൊന്നുമില്ല. ക്വാറി പറ്റില്ല, ക്വാറി പറ്റില്ല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അമിതമായ ഇടപാട് പറ്റില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്രയും ഒന്നുമല്ല. എല്ലാ ഇലക്ട്രിക് ലൈനും വനത്തിലൂടെയുള്ളത്, എല്ലാ ടെലിഫോൺ വനത്തിലൂടെയുള്ളത്, എല്ലാ ടവറും വനത്തിൽ കട്ട് ചെയ്യാണ് വേണ്ടത്. അതൊക്കെയാണ് റിപ്പോർട്ടിൽ അത്യാവശ്യം ഉണ്ടായിരിക്കുന്നത്. വനമേഖലയിലൊന്നും ടവർ ഉണ്ടായിക്കൂടാ. ഒരു ഇലക്ട്രിക് ലൈൻ പോലും 11 kV തുടങ്ങി മുകളിലേക്കുള്ളതെല്ലാം കട്ട് ചെയ്യേണ്ടതാണ്. സന്ധ്യ കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ചു വെച്ച് ജീവിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് ആ റിപ്പോർട്ട് കുറച്ചുകൂടെ തിരുത്തി എഴുതേണ്ടതെന്ന് തന്നെയാണ് നിങ്ങൾക്ക് എന്തു തോന്നിയാലും എൻ്റെ അഭിപ്രായം. ഞാനിനി അവിടെ ജീവിക്കുകയാണെങ്കിലും, കാരണം പലതരം പറവകൾ അവയൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ടും ടെലിഫോൺ ലൈൻ കൊണ്ടും ഒക്കെ നഷ്ടമാവും. കുരങ്ങന്മാർ മുഴുവൻ തന്നെ പോയി. പ്രത്യേകിച്ച് ഈ ടവർ വരുമ്പോൾ ഒരുപാട് ജീവികൾ പോവും. ഈച്ച ടവർ വന്നതിന് ശേഷം ഇല്ല. അതുകൊണ്ട് ശുചീകരണ പ്രക്രിയ നടക്കുന്നത് തന്നെയില്ല. ഈച്ച കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ശരിയല്ല? അത് ശരിക്ക് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ചെല്ലുന്നത്. ഒരു കൂട് ഉണ്ടാക്കുന്ന പോലെയാണ് ചെല്ലുന്നത്. Am I right? അതിൽ ഒറ്റ ജീവിക്കില്ല. അതുപോലെ തന്നെ ഒരു തേൻ കുടിക്കുന്ന ഒരു പക്ഷിയുണ്ട്. ടവർ വന്നതിന് ശേഷം ആ സാധനമില്ല. ശരിയാണോ? നിങ്ങൾ നോക്കിയോ? നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ചുണ്ട് നീണ്ട തേൻ കുടിക്കുന്ന ഒരു പക്ഷിയുണ്ട്. പേരെന്താണെന്ന് എനിക്കറിയില്ല. അണ്ണാനൊക്കെ പിന്നെയും കാണാനുണ്ട്. അതൊക്കെ പിന്നെ കുറേയെങ്കിലുമൊക്കെ കാണാനുണ്ട്. മറ്റേ ഇതൊക്കെയാണ് തീർത്തു പോയത്. അതുപോലെ തന്നെ ഒരു നീല നിറത്തിലുള്ള ഒരു ചെറിയ പാമ്പുണ്ട് വീടുകളിലൊക്കെ, ചെവി കയറുമെന്നൊക്കെ പറയുന്ന, അതൊന്നും ഇപ്പോൾ കാണാനില്ല.
അങ്ങനെ ഒട്ടുവളരെ സാധനങ്ങൾ നമുക്ക് നാമാവശേഷമായി കഴിഞ്ഞു. റെഡ് ബുക്കിലേക്ക് കയറി കഴിഞ്ഞു. ഒട്ടുവളരെ സസ്യങ്ങൾ റെഡ് ബുക്കിലേക്ക് കയറി കഴിഞ്ഞു. മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൊണ്ട് അത് തീരാനഷ്ടമാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റികളിലൊന്ന്, ഒരു കാലത്ത് ലോകത്തിലെ ഒന്നാമത്തെ ബയോഡൈവേഴ്സിറ്റി, ഇന്ന് 12 ബയോഡൈവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ്. ആദ്യത്തെ 12 ബയോഡൈവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി. അതിൽ പശ്ചിമഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലിയർ? ഇത്രയും വ്യക്തതയും സ്പഷ്ടതയുടെ ഗവൺമെന്റ് കിടക്കുന്നു. അതേസമയത്ത് ഈ ആചാര്യന്മാർ ഇത് മായ പറയുന്നത് എങ്ങനെയാണ് കാരണം അത്യന്തം അത്ഭുതമല്ലേ. അത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ആരംഭത്തെക്കുറിച്ച് ആരംഭവാദം, പരിണാമവാദം തുടങ്ങിയ അനേക വാദങ്ങൾ, അതിൻ്റെ പോരായ്മകൾ, ആരംഭവാദം മുതലായവയുടെ പോരായ്മകൾ, പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ ഇല്ല എന്ന് തുടങ്ങിയ നാസ്തികവാദങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിലാണ് വൈശേഷികം, ന്യായം മുതലായവ ചർവാക ദർശനങ്ങളെ നേരിടുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നു. അതിനെ തുടർന്ന് ആ രണ്ടെണ്ണത്തിന്റെ പോരായ്മകളെ പരിഷ്കരിച്ചുകൊണ്ടാണ് സാഖ്യം വരുന്നത്. സാഖ്യത്തിന്റെയും ഇവയുടെയും പോരായ്മയെ പരിഹരിച്ചുകൊണ്ടാണ് മീമാംസാ ദർശനം വരുന്നത്. പൂർവമീമാംസയുടെയും സാഖ്യത്തിന്റെയും യോഗത്തിന്റെയും ന്യായത്തിന്റെയും വൈശേഷികത്തിന്റെയും പോരായ്മയെ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ആണ് വേദാന്ത ദർശനം വരുന്നത്. വേദാന്ത ദർശനത്തിൽ അത് അനുഭവമാക്കാൻ കഴിയുന്ന അന്ധക്കരണ വിശുദ്ധിയുള്ള ഒരുവന് അനുഭവിക്കാൻ കഴിയുന്ന പ്രമാണത്തിൽ കൊണ്ടുവന്നതാണ് വിവർത്തവാദം. വിവർത്തവാദം കേട്ടിട്ട് ഈ കാണുന്നത് മായയാണ് എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അവിടെ 3 സത്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആത്മാവ് എന്ന നിലയിൽ പരമാർത്ഥ സത്യം, ജീവൻ എന്ന നിലയിൽ വ്യാവഹാരിക സത്യം, പ്രപഞ്ചം എന്ന നിലയിൽ പ്രാതിഭാസിക സത്യം. പ്രാതിഭാസിക സത്യം വ്യവഹാര സത്യത്തിൽ ലയിക്കുകയും പ്രാതിഭാസികവും വ്യാവഹാരികവും പരമാർത്ഥത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ പരമാർത്ഥത്തിലുള്ള ആത്മാവ് മാത്രമാണെന്ന് ഒരുവൻ അറിയുന്ന ജ്ഞാനത്തിന്റെ വേളയിൽ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ്. അത് അവർക്ക് അനുഭവമായ കാര്യം അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അത് നമുക്കും മനസ്സിലാവില്ല. ആ ലോജിക്ക് മനസ്സിലാവില്ലാത്തിടത്തോളം കാലം പഠിക്കാതിരിക്കുക. നമുക്ക് മനസ്സിലാകില്ലാത്ത ഒരു കാര്യം നമ്മൾ കുയുക്തികൾ കൊണ്ട് അത് ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അനുഭവമുള്ള പ്രപഞ്ചമാണ്, ഉണ്ട്, വിശ്വസിച്ചുകൊള്ളുക. അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല. അവർക്കറിയാവുന്ന കാര്യം ഒന്നേ ഉള്ളൂ, ഇത് പലതിൻ്റെ സംഘാതമാണ്, ഇത് പലത് ചേർന്നതാണ് ഈ സാധനം. മനസ്സിലായി? അതുപോലെ പലത് ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. അങ്ങനെ വരുന്ന ചേർച്ച വിഭജിച്ച് കഴിയുമ്പോൾ അതില്ലാതാവും. എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നുണ്ടായ വായു, വായുവിൽ നിന്നുണ്ടായ അഗ്നി, അഗ്നിയിൽ നിന്നുണ്ടായ ജലം, ജലത്തിൽ നിന്നുണ്ടായ പൃഥ്വി. അതുകൊണ്ട് ഈ പൃഥ്വി ഉള്ളതല്ല, അതൊരു സംഘാതമാണ്. എപ്പോഴാണോ ആ ഭൂമി ജലത്തിലും ജലം അഗ്നിയിലും അഗ്നി വായുവിലും വായു ആകാശത്തിലും വിലയം പ്രാപിക്കുന്നത് ഈ പ്രപഞ്ചമില്ല. കുറച്ചുകൂടി മര്യാദയുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായി ക്രമാൽ. ഇത് നിങ്ങൾക്കും സമ്മതമായ ഭാഷയാണ്. ഇതൊരുവനെടുത്ത് വിഭജിച്ചാൽ അണുവാകും. അണു ഉറ്റുനോക്കിയാൽ അണുവുമില്ലാതാകും, അഖണ്ഡബോധമാവും. ഇതാണ് പ്രപഞ്ച യാഥാർത്ഥ്യമെന്ന് വെർണർ ഹൈസൻബർഗോ നീൽസ് ബോറോ
അല്ലെങ്കിൽ മറ്റൊരാളോ പറഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് അത് വിശ്വസിക്കുകയാണ്. അല്ലാതെ നിങ്ങളവിടെ പോയി അഴിച്ചുമില്ല, അപഗ്രഥിച്ചുമില്ല. അതേ നിങ്ങൾ തന്നെ ശങ്കരനോ മറ്റുള്ളവരോ അനുഭൂതിയിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് അപഗ്രഥിക്കാൻ അറിയാതിരിക്കുമ്പോഴും വിശ്വാസം ഇല്ലെന്ന് പറയുകയാണ്. അണ്ടർസ്റ്റാൻഡ്? ഇവിടെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ വിഷമം വരുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ഇതേ ചോദ്യം നിങ്ങൾക്ക് മാക്സ് പ്ലാങ്കിനോടും ചോദിക്കാവുന്നതാണ്. മാക്സ് പ്ലാങ്ക് പറഞ്ഞതും ഈ പ്രപഞ്ചമില്ലെന്നാണ്. എടോ മാക്സ് പ്ലാങ്ക് താൻ പോയി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നില്ല. നിങ്ങളത് പരീക്ഷ എഴുതുന്നു, അതിനെ പൊക്കിപ്പിടിച്ച് നടത്തുന്നു, അതിന്റെ ഇക്വേഷൻസ് പറയുന്നു. ഇസ് ഇറ്റ് നോട്ട്? അവിടെ അനുഭവിക്കാൻ പറ്റില്ല, ഇവിടെ അനുഭവിക്കാൻ പറ്റില്ല. കാരണം ഇത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അവരനുഭവിച്ച രീതിയിൽ സയന്റിസ്റ്റ് ആകണം. മനസ്സിലായില്ല? സയന്റിസ്റ്റും ഈ മാനസികാവസ്ഥയിലാണ് അനുഭവിക്കുന്നത്. അല്ലാതെ ഒരു ലാബറട്ടറിക്ക് അതിരുന്ന് അനുഭവിക്കാവുന്ന സാധനമല്ല ഇത്. ഒരു വസ്തുവിനെ മാഡം ക്യൂറിയോ മേരി ക്യൂറിയോ അപഗ്രഥിച്ച് ഇത് അണുവാണ് എന്ന് കണ്ടെത്തി. ആ അണുവാണെന്ന് വരെ കണ്ടെത്തിയ ഒരു സാധനം മാഡം ക്യൂറിയോ മേരി ക്യൂറിയോ കണ്ട സാധനം നമ്മളാരും കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. നമ്മൾ കാണാതെ പിടിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പഠിത്തത്തിന് കാണാതെ പഠിത്തം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ അതേ തലത്തിൽ ഇന്ത്യയിൽ ചില സയന്റിസ്റ്റുകൾ, ഇന്ത്യൻ സയന്റിസ്റ്റുകളെയാണ് ഈ തരത്തിൽ പറയുന്നത്. അവർ സാഖ്യന്മാരും നൈയായികന്മാരും ഒക്കെ അവർ കണ്ടെത്തിയ ഈ സത്യങ്ങളെ, അവരൊക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ളത് കൊണ്ട് സയൻസ് അല്ലാതാവുമോ? അപ്പൊ നിങ്ങൾ മാക്സ് പ്ലാങ്ക് കണ്ടെത്തിയ സാധനത്തെ വെച്ചിട്ട് ഈ പ്രപഞ്ചം ഉള്ളതാണ്, നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല, അദ്ദേഹം കണ്ടെത്തിയ കോൺസ്റ്റന്റ് എച്ച് ഒക്കെ തെറ്റാണെന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് പ്ലാങ്കിന് കുഴപ്പം വല്ലതും വരുമോ? അതിന് വ്യക്തമാക്കാൻ പറ്റൂല. എന്താ കാരണം എന്ന് വെച്ചാൽ സ്ഥൂല ദൃഷ്ടിയിൽ നമ്മളിരിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉള്ളതാണ്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും ഈ അമ്പലവും ഈ സാധനവും ഉണ്ടാവും. അപ്പം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞിതുണ്ടാകും എന്നതിന് എന്താണ് ഉറപ്പ്? വേറെ പലരും മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇതുണ്ട്. പറഞ്ഞ മനസ്സിലായി? പക്ഷേ നിങ്ങൾ കാണുന്ന ഈ അമ്പലവും ഈ സാധനവും നിങ്ങൾ മരിക്കുമ്പോൾ ഇല്ലാതാവും. അല്ല, നിങ്ങൾ കാണുന്ന അമ്പലവും നിങ്ങൾ കാണുന്ന അമ്പലവും വേറെയാ. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ ആവുമ്പോ വ്യക്തികൾ കാണുന്നത് കാഴ്ചയുടെ സമഷ്ടിഭാവമാണ് അവിടെ നിൽക്കുന്നത്. വ്യഷ്ടിഭാവം മരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ അമ്പലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലമില്ല, ഞാൻ കണ്ട അമ്പലമില്ല. ആ ദ്രഷ്ടാവില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ട ഘടകങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇനി മനസ്സിലായില്ല വത്സന? നിങ്ങൾ കാണുന്ന ഘടകമൊന്നും അവരൻ കാണുന്നില്ല. പക്ഷേ സമഷ്ടി രൂപത്തിൽ ഒരു സാധനം അവിടെ ഉണ്ടാവും. അപ്പൊ സമഷ്ടിയുടെ കാഴ്ചയും വ്യഷ്ടിയുടെ കാഴ്ചയുണ്ട്. സമഷ്ടി ഒന്നടങ്കം വിലയം പ്രാപിക്കുമ്പോഴേ സമഷ്ടി കാഴ്ച അസ്തമിക്കുകയുള്ളൂ. പിടികിട്ടില്ല? ഒരാശാരി ഒരു കല്ലും, ഒരു മലയാശാരി 2 തടിയും, വേറൊരു മൈക്കാട് കുറച്ച് മണ്ണും ഒക്കെ കൂടെ കൂട്ടി ഈ ഭിത്തിയൊക്കെ കെട്ടി ഈ കെട്ടിടം ഉണ്ടാക്കി വെച്ചു. മനസ്സിലായി? ഇത് കെട്ടിടമല്ല എന്ന് ബോധമുള്ളവൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല. ഇത് ആ കമ്പികൾ കൂട്ടി സംഘാതമായി ചേർത്ത ഗ്രില്ലാണ് ആ ജനലായിരിക്കുന്നത്. ഇഷ്ടികകളാണ് ഈ ഭിത്തിയായിരിക്കുന്നത്. ഇത് തിരിച്ചിഷ്ടികയാവും. മനസ്സിലായില്ല? ഈ ഇഷ്ടികകൾ ആശാരിയും മൈക്കാടും ഇതിൻ്റെ കമ്മറ്റിക്കാരും ഒക്കെ കൂടെ ചേർന്ന് ഭാവന ചെയ്ത് ഈ കെട്ടിയിട്ട് അതിൽ നിന്ന് മൈക്കാട് മരിച്ചാൽ ആശാരിയും മറ്റവനും ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലായില്ല? അടുത്ത ആൾ വന്ന് കണ്ടു കഴിയുമ്പോൾ, നമ്മളിവിടെ വന്നിരുന്ന് കണ്ട് ഇതുമായിട്ട് സാധാത്മ്യം പ്രാപിച്ച് നമ്മളുടേതായി തോന്നിയാൽ സമഷ്ടിയിൽ അത് നിലനിൽക്കും. മറ്റൊരു മരിച്ചാലും ഇങ്ങനെ സമഷ്ടിയുടെ പ്രവാഹ നിത്യതയിൽ ഇതുണ്ടാവും. സമഷ്ടി വിലയം പ്രാപിക്കുമ്പോൾ ഇതും വിലയം പ്രാപിക്കും. അങ്ങനെ വിലയം പ്രാപിക്കുന്ന പ്രളയത്തെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇതില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ കാലദേശങ്ങൾക്ക് അതീതമായ കാഴ്ചയുള്ള ഒരു കണ്ണു വേണം.
പറഞ്ഞ മനസ്സിലായി? അതിന് ഈ കണ്ണൊന്ന് അടയ്ക്കണം. ഈ കണ്ണടയ്ക്കാതെ ഇത് തുറന്നു പിടിച്ചോണ്ട് ഇതേ തന്നെ നോക്കിക്കൊണ്ട് ഇതില്ലേ ഇതില്ലേ എന്ന് ചോദിച്ചാൽ ക്ലിയർ? അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് ഞാൻ വത്സനോട് പറഞ്ഞത്. ഓൾ റൈറ്റ്. സ്കൂള് ഇതൊക്കെ ഉണ്ടാക്കിയ പഴയ കാലഘട്ടത്തിൽ ആരെങ്കിലും സംഭാവന ചെയ്ത് സർക്കാർ വഴിയായ സംഭാവന ചെയ്ത് സർക്കാർ വകയായെന്നല്ല ഞാൻ പറഞ്ഞത്. അന്നത്തെ ഇന്ത്യൻ മനസ്സിന് സ്വാതന്ത്ര്യത്തോടുള്ള അത്യന്തമായ അഭിനിവേശം കൊണ്ട് എൻ്റെ എന്ന തോന്നൽ അസ്തമിക്കുകയും നമ്മുടെ എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിൽ നിന്നാണ് ഈ സംഭാവനകൾ ഉണ്ടായത്. അപ്പോൾ അവിടെ വ്യക്തിക്ക് ഞാനെന്ന ഭാവം പോയതുകൊണ്ടാണ് ഇത് ഗവൺമെന്റിൽ അർപ്പിച്ചത്. ആ ഗവൺമെന്റിനപ്പോൾ ഒരു ബാധ്യതയുണ്ട്. ഇത്രയും ആളുകളുടെ സ്ഥലവും ഇത്രയും കാര്യങ്ങളും ഏറ്റെടുത്ത നിലയിൽ അതിനെ ഭംഗിയായി നിലനിർത്തുകയും പിന്നീട് ഒരിക്കലും സ്വകാര്യ സ്വത്തിലേക്ക് ഇത് പോകാതിരിക്കുകയും ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ആം ഐ റൈറ്റ്? അത് ഗവൺമെന്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്വകാര്യ സ്വത്തുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രശംസിക്കുകയും ഈ ഉത്തമമായ കർമ്മം ചെയ്തവരെ ജന്മികളും നീചന്മാരുമായി ചരിത്രം രചിക്കുകയും ചെയ്തുകൊണ്ടാണ് നീങ്ങിയതെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കാണണ്ട. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഒരു നല്ല മൂരാച്ചിയെ പോലെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അതിലും കർമ്മഫലങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ പശ്ചാത്താപം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒപ്പം കാമ്യകർമ്മങ്ങളെ വിധിയാൻ വണ്ണം ചെയ്തു. അത് മൂന്നും ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാമ്യകർമ്മങ്ങളെ വിധിയാൻ വണ്ണം ചെയ്യുക, നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കുക, ജ്ഞാനം അവിടെ വരിക, ഇത്രയും ആവുമ്പോൾ അവ നഷ്ടം. തീർച്ചയായും കണക്ക് ചെയ്യുമ്പോൾ ശരിയാണെന്നുള്ള രീതിയിൽ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊഫസർ നോക്കുമ്പോൾ ചിലപ്പോൾ അത് തെറ്റായിട്ടായിരിക്കും നമ്മൾ ശരിയാണെന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അത് പലപ്പോഴും സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ബേസിക് ഇല്ലാതെ ചെയ്യുന്നുണ്ട്. ബേസ് അറിയാതെ ഇപ്പം ചിലപ്പോൾ ഡിഫറൻഷിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താ ഡിഫറൻഷിയേഷൻ അറിയാതെ അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറ്. അതേപോലെ ഈ സ്പിരിച്വൽ ഫീൽഡിലും കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ സ്വാമിജിയെ പോലുള്ള ഇങ്ങനെ സ്പീച്ച് കേൾക്കുമ്പോഴാണ് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ മനസ്സിൽ ഒരുപാട് വായിച്ചതിന്റെ അറിവുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം കൊണ്ടൊക്കെ വരുന്നതായിരിക്കും. അതിനാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം അതിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആം ഐ റൈറ്റ്? പിന്നെ നിങ്ങൾക്കത് മൗലികമായി വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയത് ആദ്യം അതിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെ തെറ്റുകൂടാതെ പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഏതൊരു ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക ശബ്ദങ്ങളാണ്. അവയ്ക്ക് പകരം വെക്കാൻ ശബ്ദമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിർവചനങ്ങൾ ചിലത് അനിർവചിത പദങ്ങളായിരിക്കും, പക്ഷെ അതൊരാശയം മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പോൾ സെറ്റ് അനിർവചിതമാണ്, പക്ഷെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ് എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്തമാറ്റിക്സിൽ തന്നെ തുടങ്ങാം. എന്നാൽ കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും നൾ സെറ്റ് ഉൾപ്പെടെയുള്ളവ വരുമ്പോൾ എ സെറ്റ് ഈസ് അൺഡിഫൈൻഡ്. ഒരു പോയിന്റ് അത് അൺഡിഫൈൻഡാണ്, അനിർവചിത പദങ്ങളാണ്. ഇങ്ങനെ എല്ലാ ശാസ്ത്രത്തിലുമുള്ള പോലെ വേദാന്ത ശാസ്ത്രം ഉൾപ്പെടെയുള്ളവകളിൽ കുറെ അനിർവചിത പദങ്ങളുണ്ട്, കുറെ നിർവചനങ്ങളുണ്ട്. ആ സാങ്കേതിക ശബ്ദങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിനാദ്യം അത്തരം നിർവചനങ്ങളെയും അനിർവചിത പദങ്ങളെയും പഠിപ്പിക്കുന്ന
പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്, വിവേക ചൂടാമണി മുതലായവ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ അതിലെ സാങ്കേതിക ശബ്ദങ്ങളുടെ അർത്ഥം കൃത്യമായി കിട്ടും. സാങ്കേതിക നിഘണ്ടുക്കളുണ്ട് പ്രാചീനമായ, അവ പഠിക്കുക. കുറച്ച് ഈ ഭാഷയിലേക്ക് കയറിപ്പോവാൻ ലഘുസിദ്ധാന്ത കൗമുദി ഒന്ന് ഹൃദിസ്ഥമാക്കുക, അത്രയും മതിയാവും. പാണിനി സൂത്രങ്ങൾ മുഴുവൻ ഹൃദിസ്ഥമാക്കാമെങ്കിലൊക്കെ ഉത്തമമാണ്. അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ ലഘുസിദ്ധാന്ത കൗമുദി ഇരുന്ന് ഹൃദിസ്ഥമാക്കുക, എഴുതിയും വായിച്ചു. ഇത്രയൊക്കെ ആകുമ്പോൾ ഒരുമാതിരി ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റുമ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കുക. ഇന്ത്യൻ മനസ്സിൻ്റെ പ്രത്യേകത അത് മൗലികമായി പഠിച്ചു വരുന്നവരുടെ വിനയത്തെ തെറ്റിദ്ധരിക്കുകയും മൗലികമായി പഠിക്കാതെ പഠിച്ചു എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ അറിവിനെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം. ഒരു BAMSനൊരു കുട്ടി പഠിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 കൊല്ലം പഠിക്കണം. 5 കൊല്ലം ഏതായാലും ഈ കുട്ടി അവിടെ പോയി ആരുടെയെങ്കിലും തലയിലെ പൂവെടുത്തോ നടന്നോ ഒന്നും പരീക്ഷ എഴുതി ജയിക്കില്ല. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. ആമൈ റൈറ്റ്? 5 കൊല്ലം എന്തായാലും ഇതിൻ്റെ മൗലികമായ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ടാകും. സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ കുട്ടി വരുമ്പോൾ ഉടനെ പറമ്പിൽ നിന്നൊരു ചെടി പറിച്ച്, നിങ്ങൾ കുറേ കാലമായി ഒരാളുടെ പുറകെ നടന്ന് 2 ചെടിയുടെ പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പഠിച്ചിട്ട് വന്നു, ഇതെന്താ? അയ്യോ അറിയില്ല കേട്ടോ. നിങ്ങൾ ഉടനെ എല്ലാവരോടും പറയുന്നത് ആ കൊച്ചിനൊന്നും അറിയില്ല, 5 കൊല്ലം ആയുർവേദം പഠിച്ചതാണെന്ന് പറഞ്ഞാൽ ഇത് വിഡ്ഢിത്തമാണ്. ചരകൻ ഇതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചെടിയുടെ നാമവും രൂപവും ചെമ്മരിയാടുകളെ മേയ്ക്കുന്നവർക്കും കോലാടിനെ മേയ്ക്കുന്നവർക്കും പശുപാലന്മാർക്കും അന്യവനവാസികൾക്കും അറിയാം. പക്ഷേ അത് ആയുർവേദത്തിൻ്റെ അറിവല്ല. നാമവും രൂപവും പഠിച്ചതുകൊണ്ട് അറിവല്ല. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. പിന്നെന്താ പഠിക്കണ്ടേ? അതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങളെ അറിഞ്ഞ് അത് ഏതിനെല്ലാം ഉപയോഗിക്കാമെന്ന് അറിയുന്നവന് നാമവും രൂപവും അറിയില്ലെങ്കിലും അറിവുള്ളവനാണ്. ചരകം സൂത്രസ്ഥാനം 58, 59 തോന്നുന്നു ശ്ലോകങ്ങൾ. 1-ാം അധ്യായത്തിൽ ഓർമ്മയുണ്ടോ? ഇല്ല, 58, 59 എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ അതിനടുത്ത് എവിടെയെങ്കിലും സൂത്രസ്ഥാനത്തിൻ്റെ അവസാന ഭാഗമാണ് 1-ാം അധ്യായത്തിൻ്റെ, അവിടെ ഉണ്ടിത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കാൻ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഏതെങ്കിലും ചെറിയ അത്ഭുതങ്ങളും കാര്യങ്ങളും കൊണ്ടിതറിയാമെന്ന് വരുത്തുന്ന കൊണ്ടാണ് പഠിത്തം നടക്കാത്തത്. എൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെ ഒന്ന് മനസ്സിലാക്കുക, പിന്നെ കുറേ ക്ലാസ്സുകളൊക്കെ കേൾക്കുക, പിന്നെ ഇതിലൊരു അഭിരുചി ഉണ്ടാവുക. ഇതിൽ വൈഷമ്യമുള്ള കാര്യം ഇതിലെ അഭിരുചി ഉണ്ടാകലാണ്. ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കാനാണെന്ന് പറഞ്ഞു പോന്നു. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി ക്ലാസ് ബോറടിക്കുന്നു, കാസർഗോഡ് വരെ ഒന്ന് പോവാം. വീട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്വാമിയുടെ ക്ലാസ് അവിടെ ഉണ്ട് എന്നാണ്. കാസർഗോഡ് പോയി. അവിടുന്ന് പിന്നെ പൊള്ളിയോ അപ്പോൾ അവിടുന്ന് തീരുമാനിച്ചു ഏതായാലും ഇവിടം വരെ ഒന്നാണ്, മംഗലാപുരം വരെ ഒന്നും പോയില്ലെന്ന് വേണ്ട, മംഗലാപുരത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടു കളയാം. ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടെന്നൊക്കെ വരുത്താൻ എല്ലാവരെയും കണ്ട് എല്ലാവരോടും ചോദിച്ചു. പരിചയമുള്ള വീട്ടിൽ വിളിച്ചു പറയുകയാണെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഓടി. ഇതൊക്കെ കഴിഞ്ഞ് പോയി അടുത്ത ക്ലാസ്സിൽ വന്നു. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് സ്വാമിയുടെ ക്ലാസ് ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്നുണ്ട് എന്ന് കാണുന്നവർക്കൊക്കെ തോന്നി. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞ അയാൾക്ക് കൊണ്ടുവന്നു. അതിന് പകരം അത് ആഴത്തിലത് പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ എളുപ്പം. ക്ലിയർ?
അത് പഠിച്ചു വളരുന്ന സ്വാമിക്ക് പ്രകടന ഗ്രന്ഥത്തിൽ തുടങ്ങുന്നതായിരിക്കും ഉത്തമം അല്ലേ? ആ പ്രകരണ ഗ്രന്ഥങ്ങളിലെ പദങ്ങൾ ഒരു വശത്തൂടെ പഠിച്ചാൽ മതി. പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ സ്വാമിജി ഈ പ്രകടന ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ മറ്റേ അർത്ഥം അന്വയമുള്ളതാണോ പഠിക്കുന്നതിനെ വ്യാഖ്യാനം അന്വയാർത്ഥങ്ങളോടുകൂടി പഠിച്ചാൽ സംസ്കൃതവും കൂടെ ഒപ്പം പഠിച്ചു പോകാം. പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ ആദ്യം നോക്കാതിരിക്കുന്നത് വ്യാഖ്യാനം അധികം നോക്കാതിരിക്കുന്നതാണ് നമ്മൾ. വ്യാഖ്യാനങ്ങളിലൂടെ പോകുമ്പോൾ ഓരോരോ അത് എഴുതിയ ആളുകളുടെ താല്പര്യങ്ങളുണ്ടാവും. എങ്കിലും ഞാനിപ്പോ സ്വാമി പറഞ്ഞു വന്ന വലിയ ഗുണമായി. ഞാൻ പണ്ടേ ഇത് ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഉത്തരം വന്നത്. ഈ വിവേക ചൂടാമണിയൊക്കെ പഠിക്കുമ്പോ മറ്റേ അതിനെ ഒന്ന് സ്വാമിക്ക് ഒന്ന് പറയാൻ പറ്റും. വ്യാഖ്യാനം കൂടെ ഉണ്ടെങ്കിൽ ഒരു ഗുണമായിരിക്കും. ഏത് നല്ല വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവില് വിവേക ചൂടാമണിയുടെ ആദ്യം ഏറ്റവും പണ്ഡിതവരേണ്യനായ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്വാമിജി പോലും ബ്രാഹ്മണ പ്രശംസ എന്ന് എഴുതിയാണ് ആ ശ്ലോകം. ജന്തൂനാം നരജന്മദുർലഭമത പുംസ്വം തതോ വിപ്രത തസ്മത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വമസ്മത് പരം മുക്തിർനോ ശതകോടി ജന്മ സുഹൃതൈ പുണ്യൈഹി വിനാലഭ്യത എന്നെഴുതുമ്പോൾ പുണ്യമാണ് ഇതിന് കാരണം. പുണ്യത്തെയാണ് പ്രശംസിക്കുന്നത്, ബ്രാഹ്മണനെയല്ല. എന്ന് തന്നെയുമല്ല, അതിൽ ജന്തുക്കളിൽ ശ്രേഷ്ഠം മനുഷ്യനാണ്, മനുഷ്യനിൽ ശ്രേഷ്ഠം ബ്രാഹ്മണനാണ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് വൈദിക ധർമ്മമാർഗ പരതയുള്ളവർ, അതിൽ വിദ്വാൻമാരായാൽ അതിലും ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറയുന്നത് ശങ്കരൻ പൂർവപക്ഷത്താണ്. മുക്തിക്ക് ഇതൊന്നും പ്രയോജനപ്പെടില്ല, പുണ്യമൊന്നാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നിശ്ചയമായും പുണ്യത്തെയാണ് പ്രശംസിക്കുന്നത്, ബ്രാഹ്മണനെയല്ല. എന്നിട്ടും അത് വ്യാഖ്യാനിച്ചവർ ഇത് ബ്രാഹ്മണ പ്രശംസയാണ്, നരജന്മ പ്രശംസയാണ് എന്നൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യാഖ്യാനങ്ങളെ നോക്കാതിരിക്കുക, അന്വയാർത്ഥങ്ങളെ നോക്കുക. അതിൽ വലിയ മായാജാലം ചെലുത്താൻ പറ്റില്ല. അത് നോക്കുക, പഠിക്കുക, പോവുക. ബാക്കിയുള്ളതിലൊക്കെ വ്യക്തികളുടെ താല്പര്യങ്ങളുണ്ടാവും, ജാതി താല്പര്യങ്ങളുണ്ടാവും, സമുദായ താല്പര്യങ്ങളുണ്ടാവും. അതൊക്കെ ലോക സ്വഭാവമാണ്. നമുക്ക് ഇന്നത്തേക്ക് ഉപസംഹരിക്കാം. വായിച്ചു